കുളിപ്പിച്ച് കുളിപ്പിച്ച് കുട്ടിയില്ലാണ്ടാവുക എന്ന് പറഞ്ഞൊരവസ്ഥ ഉണ്ട്. ആ അവസ്ഥയാണ് ഇപ്പം നന്ദനയ്ക്ക് പറ്റിയതും. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നന്ദന, സിജോ, അതേപോലെ തന്നെ സായ്, ഇവരുടെ കാര്യങ്ങൾ, ഇവരുടെ സൗഹൃദം ഏറ്റവും നെഗറ്റീവായിട്ടാണ് പുറത്തേക്ക് പോയത്. കാരണം ടിക്കറ്റ് ഫിനാലെ ടാസ്കിൽ നന്ദൻ ഒരു അക്കൗണ്ട് തുറന്നോട്ടെ ലാലേട്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ അവളെ ഹെൽപ്പ് ചെയ്തത് എന്നാണ് സിജോ ലാലേട്ടനോട് പറഞ്ഞത്. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമല്ലേ ടിക്കറ്റ് ഫിനാലെ എന്നാണ് ലാലേട്ടൻ്റെ വാദം. ഇവിടെ പ്രത്യേകിച്ച് മറ്റു മത്സരാർത്ഥികളൊക്കെ ഈ ലാലേട്ടനൊപ്പം ചേർന്ന്, അതായത് ഇവർ ചെയ്ത പ്രവൃത്തി വളരെ മോശമായി എന്നുള്ള രീതിയിൽ സംസാരിക്കുകയും ചെയ്തു. നമുക്കറിയാം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുളിപ്പിച്ച് കുട്ടിയില്ലാണ്ടായി എന്ന് പറയുന്ന ഒരവസ്ഥ ഒരു പക്ഷേ നന്ദനയ്ക്ക് കുറച്ചും കൂടെ വോട്ടൊക്കെ നേടി ഇൻഡിവിജ്വലായിട്ട് കളിക്കുകയാണെങ്കിൽ അടുത്ത ആഴ്ച വരെ നിൽക്കാമായിരുന്നു. അങ്ങനെ നിൽക്കുകയാണെങ്കിൽ പണപ്പെട്ടി ടാസ്കിൽ ഒരു പണപ്പെട്ടിയുമായിട്ട് നന്ദനയ്ക്ക് കിറ്റ് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. ആ ഒരു ചാൻസ്, ഒരു സാധ്യതയാണ് ഇവിടെ മങ്ങിപ്പോയത്. പിന്നെ സിജോ, സായ് മികച്ച മത്സരാർത്ഥികളായിരുന്നു. സിജോ ഒരു പക്ഷേ ഫിനാലെ അല്ലെങ്കിൽ വിന്നറാവാൻ സാധ്യതയുള്ള ഒരു മത്സരാർത്ഥി, അതേപോലെ തന്നെ സായ് വമ്പൻ രീതിയിൽ മുന്നോട്ട് പോകാൻ വളരെ സാധ്യതയുള്ള അത്തരം ടാലൻ്റ് ഉള്ള ഒരു മത്സരാർത്ഥിയായിരുന്നു. ഇവരുടെ ഒരു കൂട്ടുകെട്ട്, നന്ദന, സായ്, സിജോ എന്നുള്ള ഒരു കൂട്ടുകെട്ട്, ആ കൂട്ടുകെട്ട് ഒരു ബ്രദർ സിസ്റ്റർ എന്നുള്ള രീതിയിലേക്ക് ഭയങ്കരമായ സൗഹൃദത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഇത് പ്രേക്ഷകരുടെ ഇടയിലേക്ക് ഭയങ്കരമായ നെഗറ്റീവായി ബാധിച്ചു. പ്രത്യേകിച്ച് നന്ദനയുടെ ഒരു അഹങ്കാരം പിടിച്ച സംസാരവും ചില രീതികളും പ്രവൃത്തികളും ഒക്കെ ഭയങ്കരമായിട്ട് നെഗറ്റീവായി. ഈ രീതികളൊക്കെ വരാനുള്ള കാരണം ഈ കൂട്ടുകെട്ടിൽ വന്നത് കൊണ്ട് തന്നെയാണെന്നാണ് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. ഈ കൂട്ടുകെട്ട് ഒരു നാടകമാണോ എന്നുള്ളൊരു സംശയവും ചില പ്രേക്ഷകർക്കുണ്ട്. ഈ 3 മത്സരാർത്ഥികൾക്കും പറ്റിയ ഒരു മണ്ടത്തരം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇവിടെ ഗുണം ചെയ്തത് നോറയ്ക്കാണ്. കാരണം ഒരുപാട് വോട്ട് നോറയ്ക്ക് വരികയും ആ നോറ കുറച്ചും കൂടെ അടുത്ത ആഴ്ചയിലേക്ക് പോകാനുള്ളൊരു സാധ്യത നോറയ്ക്ക് കാണുകയും ചെയ്യുന്നുണ്ട്.